മമ്മൂക്കയുടെ നാടായ ചെമ്പിലുള്ള മാജിക് ഐലൻഡ് എന്ന റിസോർട്ടിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടെടുത്ത വീഡിയോ ആണിത്. എല്ലാവരും കാണുക. ഞാൻ മെമ്പറായിട്ടുള്ള കുടുംബശ്രീയിൽ നിന്ന് ഞങ്ങളിന്ന് ഒരു ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ്. രാവിലെയുള്ള ആ ഒരു കാഴ്ചയാണിത്. നല്ല പ്രസന്നമായ പ്രഭാതം, നല്ല തെളിമയുള്ളതും മഴയില്ലാത്തതുമായ നല്ല അന്തരീക്ഷമായിരുന്നു. ഞങ്ങളെല്ലാവരും ബസ് സ്റ്റോപ്പിൽ ഒത്തുകൂടി. ട്രാൻസ്പോർട്ട് ബസ്സിനായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ ബസ് കാത്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. KSRTC ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് വൈറ്റില ഹബ്ബിൽ ചെന്നു. എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്, പക്ഷെ വളരെ രസകരമായിരുന്നു. നമ്മളവിടെ സേഫായിട്ട് അവിടെ എത്തി. ഇത് വൈറ്റില ഹബ്ബിലെത്തി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുറിഞ്ഞമ്പുഴ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ബോട്ട് യാത്രക്കായിട്ട് പോകുന്നത്. മുറിഞ്ഞമ്പുഴ വളരെ സേഫായിരുന്നു. നമ്മൾ കയറിയ ഉടനെ തന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയത്. വൈറ്റില ഹബ്ബാണിത്. സീറ്റൊക്കെ കിട്ടി. നമുക്ക് ട്രാൻസ്പോർട്ടിങ്ങിന് ചിലവും കുറവായിരുന്നു. മുറിഞ്ഞമ്പുഴ എന്ന സ്ഥലത്തെത്തി. അവിടുത്തെ ബസ് സ്റ്റോപ്പിലെ ഒരു അടയാളമായിട്ടിട്ടിരിക്കുന്നതാണ് ആ ഷോപ്പിൻ്റെ ഇത്. ഞങ്ങളവിടെ ബോട്ടിങ്ങിനുള്ള തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ എത്തി. നമ്മൾ വളരെ സേഫായിട്ട് അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് വളരെ അടുത്താണ് ഈ ബോട്ടിങ്ങിനുള്ള സ്ഥലം. എല്ലാവരുമായിട്ട് നല്ല ജോളിയായിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് അതിൻ്റെ ഓണർ. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇതാണ്. ആർക്ക് വേണമെങ്കിലും വിളിച്ച് നേരിട്ട് ആ ഇക്കയുമായിട്ട് സംസാരിക്കാം. ഈ ഇക്കയാണ് അതിൻ്റെ ഓണർ. അപ്പം ഞങ്ങൾ പുള്ളിയുടെ പെങ്ങൾ വഴിയാണ് ഞങ്ങളിതിൽ വന്നത്. അപ്പം ഞങ്ങളുടെ യൂണിറ്റിലുള്ളതാണ് പുള്ളിയുടെ പെങ്ങൾ. അപ്പം പുള്ളിക്കാരിയും കൂടി ഉണ്ടായതുകൊണ്ട് പുള്ളി തന്നെയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ അവിടെ കൂടെ ഉണ്ടായ ചേട്ടനും വളരെ സപ്പോർട്ടീവായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ കൂടെയുള്ള ഫാമിലി ഇല്ല എന്നുള്ള ഒരു വിഷമമോ അങ്ങനെ ഒരു പേടിയോ ഒന്നും ഉണ്ടായില്ല. വളരെ സേഫായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും നന്നായിട്ട് അടിച്ച് പൊളിച്ച് എന്ന് തന്നെ പറയണം. നമ്മൾ നല്ല ഫ്രീഡമായിരുന്നു. നമ്മൾ വളരെ സേഫായിരുന്നു. വെള്ളത്തിലിറങ്ങാൻ നേരത്താണെങ്കിലും നമ്മളെ വളരെ കെയർ ചെയ്തു. നമ്മളെ നന്നായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുടുംബശ്രീയിലെ മെമ്പേഴ്സൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ നേരിട്ട് കേട്ടോ. നല്ല സപ്പോർട്ടുള്ള ആളുകളാണ്. അപ്പം ആരും ഒന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്തോളും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരിട്ട് കേട്ടോ. ഇതിൽ കുറേ പേര് വളരെ ഷൈ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനിതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നടന്ന ഗെയിമുകളും ഡാൻസുകൾ നല്ല രസമായിരുന്നു. ഫുൾ ടൈം എല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷേ പുറത്തെ ആളുകൾ കാണാൻ താല്പര്യമില്ലാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെയൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനൊരു ഇതുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. ഞാൻ പോയതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമായിട്ട് പോയിട്ട് വരാൻ സാധിക്കും. അപ്പോൾ അത് കൊണ്ടാണ് ഞാനിതൊരു വ്ളോഗായിട്ട് എടുത്ത് ഇടുന്നത് കേട്ടോ. സ്ഥലത്തിൻ്റേതായ ഇതും അതുപോലെ നമുക്ക് ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ആ ഒരു യാത്ര
നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ ഇടയ്ക്ക് വർഷത്തിലൊരു ദിവസമോ അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടിയും കൂടി കുറച്ച് ഒന്ന് ജീവിച്ചാൽ നമുക്ക് ആ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മൾ ഫുൾ ഫാമിലിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അപ്പം കൊല്ലത്തിലൊരു ദിവസം ഇങ്ങനെയുള്ള ഓരോ ആളുകളുടെ കൂടെ ഗ്രൂപ്പായിട്ടോ ഫാമിലിയായിട്ട് പോകുന്ന ആളുകൾക്ക് വിഷയമില്ല. അല്ലാണ്ട് നമ്മൾ അല്ലാതെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. ഫാമിലിയുടെ കൂടെ പോകുമ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴും ഓരോ ഗ്രൂപ്പ് ആയിട്ട് പോകുമ്പോൾ ആ ഒരു മൂഡ് നമുക്ക് വ്യത്യാസമുണ്ടല്ലോ. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. നല്ല ഇതുണ്ട, ഇത് മീൻ വളർത്തുന്ന, അവിടെ ഇഷ്ടംപോലെ മീൻ വളർത്തുന്ന ആളുകളുണ്ട്. അപ്പം പരിചയമുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള ഇതുണ്ട്. അപ്പം ഐക്കയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് അവർ മീൻ നമുക്ക് വാങ്ങാവുന്നതാണ്, നല്ല ജീവനോടെ വാങ്ങാവുന്നതാണ്. കണ്ടോ താമര കണ്ടോ, നല്ല അങ്ങനെ പോകുന്ന വഴി ഇഷ്ടംപോലെ ഇങ്ങനെ താമരകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതൊക്കെ മീൻ വളർത്തൽ കേന്ദ്രങ്ങളാണ്. കാളാഞ്ചിയൊക്കെയാണ് അവർ കൂടുതലും, കാളാഞ്ചി, കരിമീൻ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. കണ്ടോ, മീൻ വളർത്തലാണ് ഇവിടെ എല്ലാം കൂടുതലും കാണുന്നത്. കണ്ടോ, അവിടെ ഈ മീൻ വളത്തിലുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പരുന്തുകൾ നമുക്ക് വളരെ അടുത്ത് ഇങ്ങനെ കൂട്ടത്തോടെ പറക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. കണ്ടോ, ഒത്തിരി കാണാൻ പറ്റും നമുക്ക് വളരെ അടുത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒത്തിരി ടൂറിസ്റ്റ് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അടിച്ചുപൊളി തന്നെ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. ആ ഐക്കയുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആളുകൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഞാൻ 2 സ്ഥലത്തായിട്ട് ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് പോയത് കൊണ്ടേ നമുക്കൊരു യാത്രാക്ഷീണവും തോന്നിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ട്രാൻസ്പോർട്ട് വണ്ടിക്ക് ഇങ്ങനെ ടൂറായിട്ട് പോകുന്നത്. സാധാരണ നമ്മളിങ്ങനെ എയർ ബസ്സിനും അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് ബസ്സിന് അങ്ങനെ പോയിട്ടില്ല. അപ്പം എൻ്റെ വിചാരം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ്. പക്ഷേ നമുക്ക് വളരെ സേഫുമാണ്. യാത്ര സീറ്റൊക്കെ വളരെ എളുപ്പം കിട്ടുകയും പെട്ടെന്ന് ആളുകൾ ഇറങ്ങി പോകുന്നതനുസരിച്ച് നമുക്ക് വേഗം ഇരിക്കുകയും ചെയ്യാം. ചിലവും ചുരുക്കാൻ സാധിക്കും. മൈക്കിലൂടെ ആ സ്ഥലത്തിൻ്റേതായ പ്രത്യേകതകൾ ഓരോന്നും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു.
മൂന്ന് പുഴകൾ ഒന്നിച്ചു ചേരുന്ന ഭാഗമാണിത്. ഇവിടെ ഈ ഒറ്റയായിട്ട് കാണുന്ന വഞ്ചികളിൽ ഞണ്ടിനെ പിടിക്കുന്നതാണ് ആ കാണുന്നത്. ഓരോരോന്ന് വലിച്ച് 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 വഞ്ചിയിലേക്ക് ഇടുന്നതാണ് ആ കാണുന്നത്. ഞങ്ങളിവിടെ ബോട്ട് നിർത്തി ഇറങ്ങുന്ന ടൈമായി. ആ സമയത്ത് അരയോളം വെള്ളം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ പേടിയായിരുന്നു, പക്ഷേ നമ്മൾക്ക് അവർ അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പേടി തോന്നിയില്ല. എല്ലാവരും കൊച്ചു കുട്ടികളുള്ള കാരണന്മാർ വരെ ഇറങ്ങി കുട്ടികളെ ബോട്ടിൽ നിർത്തിയിട്ട്, പിന്നെ ഒരമ്മ മാത്രം ഇറങ്ങിയില്ല. ആ കുട്ടി കൂടെ ഒപ്പം വാശി കൊച്ചിന് പേടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങി എൻജോയ് ചെയ്തു. കക്ക പെറുക്കി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരുന്നു. ഫുഡാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം വളരെ ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായി. അവിടെ ഇങ്ങനെ ധാരാളം തുമ്പികൾ ഇങ്ങനെ കൂട്ടമായിട്ട് പറക്കുന്നതാണ്. അത് വ്യക്തമായിട്ട് കാണാമായിരിക്കും. കുറേ കൂട്ടമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പറക്കുന്നത് നമുക്ക് കാണാം. അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഓരോ കാട് പിടിച്ചിരിക്കുന്ന ഓരോ ഭാഗത്തും ആയിട്ട് മേളിലായിട്ട് ഇങ്ങനെ പാറി പാറി നടക്കുന്നത് കാണാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ബോട്ട് ഓടിക്കാനായിട്ട് അവർ സമ്മതിച്ചു. അതിലുണ്ടായ ഓരോ കൊച്ചു കുട്ടികളെ കൊണ്ട് വരെ അവർ ബോട്ട് ഓടിപ്പിച്ചു. ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ല. അതൊക്കെ നമുക്ക് വളരെ എൻജോയ് ചെയ്തു എല്ലാവരും. ഞങ്ങളുടെ ലേഡീസ് റാങ്ക് അവർ ചായ കുടിക്കാൻ പോയപ്പോൾ ബിന്നിനെയാണ് ഏൽപ്പിച്ചിട്ട് അവർ ചായ കുടിക്കാൻ പോയത്. അത്രയും ടൈം ആ കൊച്ച് ബോട്ട് തനിയെ ഓടിച്ചു, ആരും കൂടെ സപ്പോർട്ടില്ലാതെ. അതൊക്കെ എന്നൊരു മെമ്മറിയിൽ വളരെ കണ്ടോ തുമ്പികൾ പറക്കുന്നത്? ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറക്കുന്നുണ്ടാവും. അതൊക്കെ വളരെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ റിസോർട്ടിലേക്ക് പോകാൻ നേരത്ത് അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തുമ്പികളാണിത്. അവിടെ 2 പട്ടികളും ഉണ്ടായിരുന്നു. അവർക്ക് നമ്മൾ എല്ലാവരും ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇക്ക തന്നെ, പുള്ളിക്കാരൻ തന്നെയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പട്ടികളും കൂടി കുറേ വരും എന്നുള്ള, അപ്പോൾ അതൊരു പൊതു ശല്യമായിട്ട് മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ തന്നെയാണ് അവർക്കുള്ള ഭക്ഷണം. നല്ല ഇണക്കമുള്ള പട്ടികൾ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാണ്ട് അതുങ്ങളിങ്ങനെ വാലാട്ടി നിൽക്കുകയായിരുന്നു. നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന പോലെയാണ് അവർ രണ്ടുപേരും. ആദ്യം ഒരെണ്ണം ഉണ്ടായുള്ളൂ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പട്ടി കൂടെ വന്നു. ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല. അവർ തമ്മിൽ കടികൂടി ഭക്ഷണത്തിൽ, അല്ലാതെ നമുക്കായിട്ട് ഒരു ശല്യം ഉണ്ടാക്കിയില്ല അതുങ്ങൾ. ബാക്കിലൊരു ചെറിയൊരു ബോട്ട് കിടപ്പുണ്ട്. അതിലൂടെ വരാവുന്ന ഒരു എൻട്രൻസാണ്. ബോട്ടിങ് കഴിഞ്ഞ് കയറി വരാവുന്ന എൻട്രൻസാണ് ആ റിസോർട്ടിലോട്ട് വരാവുന്ന. അതാണ് ഈ കാണുന്നത്.
ഇതാണ് ആ റിസോർട്ട്. മുകളിലും താഴെയായിട്ട് 5 റൂമുകളുണ്ട്. ഒരു കോമൺ കിച്ചണുണ്ട്. നമുക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തരും. കുക്ക് ചെയ്യേണ്ട ആളുകൾക്ക് കുക്ക് ചെയ്യാം. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയ ഉണ്ട്. സ്വിമ്മിങ് പൂളുണ്ട്. കുറച്ച് വെജിറ്റബിൾസൊക്കെ നട്ടിട്ടുണ്ട്. നമുക്കതൊക്കെ അവിടെ കാണാൻ സാധിക്കും. പോകെ പോകെ ഇതെല്ലാം കുറേ കൂടി ഡെവലപ്പായി വരും. വെജിറ്റബിൾസ് ആണെങ്കിലും മുന്തിരി ചെടികളൊക്കെ കയറ്റിയിട്ടുണ്ട്. അതൊക്കെ കുറേ കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വേമ്പനാട്ട് കായലാണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് ബോട്ടിങ് ബാക്കിൽ. അവിടെ നട്ട് വളർത്തിയിരിക്കുന്ന അച്ചിങ്ങയാണ്. നല്ല നീളൻ പയർ, ഓർഗാനിക്കാണ്. നല്ല നല്ല ഭംഗിയുണ്ട് അതെല്ലാം നിൽക്കുന്ന കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ ആട്ടുവെപ്പിനും കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന നാച്ചുറലായിട്ടുള്ള സംവിധാനത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ പയർ വലിച്ച് കാണിച്ചിരുന്നത്. പയർ ഉണ്ടായിരുന്നു. അതെ, സബിയുടെ ആങ്ങളുടെ റിസോർട്ടാണിത്. ഇവിടെയാണ് സംഭവം. കണ്ട അച്ചിങ്ങ പറിക്കണണ്ട കാണാൻ പറ്റണ്ട. അച്ചിങ്ങയൊക്കെ പറിച്ചുമ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി മെഴുക്ക് വരട്ടൊക്കെ ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റും. ഫ്രഷ് ആയിട്ട് തരും. ഈ പുള്ളിയാണ് ഞങ്ങൾക്ക് കരിമീനും കക്കരിച്ചൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചോറൊക്കെ തിന്നത് ഇപ്പൊ ഇറങ്ങി റിസോർട്ടിൽ വന്നേക്കണം. അവരുടെ റിസോർട്ടാണ് ഇവിടെ. ആ അതെ അതെ. നമ്മുടെ റിസോർട്ട് ഇത് ഞങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഫാമിലി ആയിട്ട് വരാം, സിംഗിളായിട്ട് വരാം, ഗ്രൂപ്പായിട്ടാണെങ്കിലും വരാം. എങ്ങനെയാണെങ്കിലും എല്ലാവരും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഇക്കയിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇതിൽ കാണുന്ന ആളുകളെ പരിചയമുണ്ടെങ്കിൽ അവരായിട്ട് ചോദിച്ചിട്ടായാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഇക്കയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ഇത് നമ്മൾ അതിലേ വരുമ്പോൾ കാണുന്ന തൂക്കുപാലമാണ്. നമ്മൾ അതിൽ കയറി എല്ലാവരും. നല്ല രസമായിരുന്നു. വൈകിട്ടത്തെ ചായയുടെ ഇതാണ്. പോരും വരെ എല്ലാവരും നല്ല ഒരു ഹാപ്പി മൂഡിലായിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ മുഖം എനിക്കങ്ങനെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും പോകാൻ പറ്റുന്ന ആളുകൾ ശ്രമിക്കുക. തിരിച്ച് ഞങ്ങൾ മെട്രോയ്ക്കാണ് പോകുന്നത്. അതും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഫ്രണ്ട്സായിട്ടുള്ള യാത്ര വളരെ രസമാണല്ലോ. വെള്ളത്തിലിറങ്ങിയവരെല്ലാവരും കൂടി പിടിച്ച കക്കയാണിത്. എത്ര ശാന്തമായിട്ട് ഒഴുകുന്ന പുഴയാണല്ലേ. വളരെ ശാന്തമായിട്ട് ഒഴുകി പോകുന്ന പുഴയാണ്. വേമ്പനാട്ട് കായലാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത്രയും വിശാലമായിട്ട് കിടക്കുവാണ്. 3 പുഴകൾ ചേർന്ന് വരുന്ന ഭാഗമാണിത്. ഇതൊക്കെ നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്.